ആ ഞമ്മടെ വീട് വന്നേ. നമ്മള് കയറി താമസിക്കാൻ പോവല്ലേ? അതെ. കാമാക്ഷി കാമദേവങ്ങളെ ലഗേജ് എടുക്കണ്ടേ? കൈമിശി അങ്ങ് പോവാ. പിന്നെ എടുക്കാലോ. ഇത്രയും വലിയ വീട്ടിൽ നമ്മൾ ഇനി തനിച്ച്. വാവ്. സന്താനലബ്ധി മറക്കരുത് കേട്ടോ. എന്ത്? അതിനെല്ലാം ഇങ്ങോട്ട് മാറുന്നേ. സന്താനങ്ങൾ പിറക്കണം, മുറ്റം മുഴുവൻ കുട്ടികൾ ഓടിക്കളിക്കണം. മുറ്റം മുഴുവനോ? അല്ല, ഒരാള് മതി. കൈഡ് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ബാംഗ്ലൂർ തിരിച്ചു പോവാ. നിനക്ക് ബാംഗ്ലൂർ മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ നമുക്ക് ഒറ്റയ്ക്ക് ജീവിച്ചൂടെ? നീ നിന്റെ മനസ്സിലെ പൂതി അങ്ങ് മാറ്റി വെച്ചേ. ഈശ്വര, സന്താനത്തിന്റെ സാധ്യതമായ ഈശ്വര, കുട്ടി പിറക്കണേ ഇവിടെ വെച്ച്. നല്ലൊരു തുടക്കമായിരിക്കണേ ഭഗവാനി. ആ തുളസി തറലോട് തൊട്ട് വരിക. ചെരുപ്പൂര് ഇവിടുന്ന്. പുതിയൊരു തുടക്കമാവട്ടെ. എങ്ങനെയാ വാ? അല്ല, ഈ ഫസ്റ്റത്തെ ദിവസം കയറി താമസിക്കുമ്പോ എന്തൊക്കെയോ തടങ്ങും പരിപാടി എന്തൊക്കെയോ ഇല്ലേ? നമുക്ക് പാല് കാച്ചണം. പാല് കാച്ചാനോ? എന്തിന്? അതറിയത്തില്ലല്ലേ? നമ്മുടെ ഹിന്ദു ആചാര പ്രകാരേ ഈ പുതിയതായിട്ട് വീട്ടിൽ കയറി താമസിക്കുമ്പോ അവിടെ നമ്മള് പാല് തിളപ്പിച്ച് പത വഴി വരണം. അതെയോ? പാല് തിളച്ച് തൂവണം. ഇനിയിപ്പോ പാല് കാച്ചാണ്ട് ഇപ്പൊ കേറി വിചാരിച്ചാൽ എന്തെങ്കിലും പറ്റുമോ? അല്ല, ഒരു ഐശ്വര്യത്തിന്റെ പ്രതീകം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവിടെ നമുക്ക് ഭയങ്കര ട്രഡീഷൻസ് കാര്യങ്ങളൊന്നും നോക്കണ്ട. നമുക്ക് പാല് കാച്ചാണ്ട് ഇപ്പൊ കയറി താമസിച്ച് നോക്കാം. എന്ത് സംഭവിക്കും നമുക്കറിയാലോ. ഒന്നും സംഭവിക്കല്ലേ? ഒന്നും സംഭവിക്കില്ല, പോടാ. സംഭവിക്കായിരിക്കും ഇനി. നോക്കാല്ലേ? എന്തൊരു സുഖം. നല്ല സുഖം. കുറച്ചു നേരം സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാം. എവിടെ? ഇവിടെ. ഇവിടെയോ? ഇത് എന്റെ റൂം. മുറിയോ? എങ്ങനെയുണ്ട് എന്റെ മുറി? ഇത് നമ്മുടെ മുറിയല്ലേ? നമ്മുടെ മുറിയോ? ഏത് നമ്മുടെ മുറി? നിന്റെ മുറി അപ്പുറത്ത്, ഇത് എന്റെ മാത്രം മുറി. അത് ഏത് വകയില്? ഇപ്പൊ തൊട്ട് അങ്ങനെയാ. നീ കുറച്ച് ദിവസേ വേറെ റൂമിൽ കിടന്നാ. എന്തിന്? ഇന്നേ മൊത്തത്തിൽ നിനക്കൊരു ദുരുദ്ദേശമുണ്ട്. എന്ത്? എനിക്ക് നിന്നെ അത്ര വിശ്വാസം പോരാ. എങ്ങനെ? അങ്ങനെ തന്നെ. എനിക്ക് ഒറ്റ കിടക്കാൻ പേടിയാ. അയ്യേ, ഒറ്റ കിടന്നാ മതി. വന്നപ്പോ തൊട്ട് അവന്റെ സന്താന ഭാഗ്യം, കുട്ടികള്, മുറ്റം നിറയെ കുട്ടികള്. ഈ ബെഡ്ഷീറ്റ് ഞാൻ തറ കിടന്നോളാം. അയ്യടാ, ബെഡ്ഷീറ്റ് എടുത്തിട്ട് ഒതുങ്ങി തറ കിടക്കുന്ന ഒരു ഗുഡ് ബോയ്. കിടന്നോളാം. എനിക്ക് നിന്നെ വിശ്വാസം പോരാ. കാല് കെട്ടിക്കണ്ടേ? ഒന്നും വേണ്ട, അതൊന്നും ശരിയാവത്തില്ല. ചേടാ, ഇത് മുറിയും തരത്തില്ല, കൂടെ കിടത്തത്തുമില്ല. അപ്പുറത്ത് മുറി ഞാൻ ഇതിവിടെ കിടക്കുവാ. അതെ, ഞാനാണ് ഈ മുറിയിൽ ആദ്യം വന്നത്. ഞാൻ ഇവിടെ കേറി, എനിക്ക് മുറി ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്തു. ഇനി അവിടെ നിന്ന് പോയില്ല. എന്നാ ഈ മുറി എനിക്ക് അയാൾ അപ്പുറത്തേക്ക് കിടക്കും. അയ്യടാ, ഈ മുറിയിൽ ഞാൻ ആദ്യം വന്നത്. എനിക്ക് മുറി കണ്ടു, ഇഷ്ടപ്പെട്ടു. ഇനി അവിടെ നിന്ന് പോകത്തില്ല. ചേടാ, ഇതെന്തൊരു കഷ്ടമാ. ചിലരുണ്ടോ ടോസ് ഇടും, ടോസ് ഇട്ടിട്ട് അവർക്ക് മുറി. ഓഹോ, ചില്ലറില്ല. നമുക്ക് സ്റ്റോൺ പേപ്പർ സിസ്റ്റർ കളിക്കാം. ജയിക്കുന്ന ആൾക്ക് മുറി. നീ എന്തായാലും ജയിക്കില്ല. ഞാൻ ജയിക്കും. എന്റെ മുറി ഇവിടെ തന്നെ. സ്റ്റോൺ പേപ്പർ സിസ്റ്റർ. ഈ മുറി എന്റെ. ഗെറ്റ് ഔട്ട്. ഞാൻ പറഞ്ഞ വെറുതെ കളിച്ച് ഞാൻ അറിയത്ത് പോലുമില്ല. ശരി, ആരെ നിലവിളിക്കാൻ പോകുന്ന നമുക്ക് കാണാം. അവസാനമായിട്ട് ചോദിക്കുവാ. എന്ത്? ഞാൻ ഇറങ്ങുവാ. നീ അവസാനം ചോദിച്ചാലും ഇനി ചോദിച്ചാലും ആദ്യം ചോദിച്ചാലും എന്റെ മറുപടി ഒരു വ്യത്യാസവും ഇല്ല. ആണല്ലോ. ഞാൻ അമ്മയെ വിളിച്ചു പറഞ്ഞു നോക്കിയോ. അമ്മയോട് നിന്നെ വിളിപ്പിക്കും. ഈ ചെറിയ പിള്ളേരെ പോലെ നീക്കലിന്റെ ഒരു കാര്യം. അമ്മയെ വിളിക്കും, തൊട്ട അമ്മയെ വിളിക്കും. അമ്മ എടുത്ത് പറഞ്ഞോളൂ. എപ്പ എത്തി? ഞങ്ങള് രാവിലെ എത്തി. എന്തായി താമസമൊക്കെ? താമസം അവള് ഉണ്ടാകത്തുണ്ട്, ഞങ്ങൾ രണ്ടേ ഉള്ളൂ. എന്താ വിഷമിച്ചിരിക്കണേ? വിഷമല്ല, ഒരു എന്തോ ഉണ്ടല്ലോ. എന്ത് പറ്റി? അത് ഞങ്ങൾ വന്നപ്പോ ഒരു റൂമിന് വേണ്ടിട്ട് വഴക്കുണ്ടാക്കിയത്. റൂമിന് വേണ്ടിട്ടോ? ഒരു മുറിയുണ്ട്, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഇഷ്ടപ്പെട്ട് എന്റെ സാധനമെല്ലാം അവിടെ കൊണ്ട് വെച്ചിട്ട് ഞാൻ കയറി കിടന്നപ്പം അവക്കും ആ റൂം ഉടനെ വേണം. അപ്പൊ ഞാൻ പറഞ്ഞു തരാൻ പറ്റത്തില്ലെന്ന്. അല്ല, രണ്ടുപേര് ഒരു റൂമിലുണ്ട് ഇതിനെ തല്ലുപിടിക്കണേ. നിങ്ങള് ഭാര്യയും ഭർത്താവല്ലേ? ഭാര്യയും ഭർത്താവായതാ പ്രശ്നം. അതെന്താ ഭാര്യയും ഭർത്താവായ പ്രശ്നം? രണ്ടുപേരും രണ്ട് റൂമിൽ താമസിക്കുന്നേ? എന്റെ അമ്മ ഇപ്പൊ പോയി ജ്യോതിഷം നോക്കിയായിരുന്നു. അപ്പൊ സമയവശാൽ ഞങ്ങളിപ്പോ വീട്ടിൽ നിന്ന് മാറിയും താമസിക്കണം. അതിന്റെ കൂടെ ഇപ്പൊ എനിക്ക് കുട്ടികളുണ്ടാവേണ്ട സമയമായിട്ടുണ്ടെന്നാണ്
ജ്യോതിഷക്കാരൻ പറഞ്ഞത്. അപ്പൊ ഞാനിങ്ങനെ അതിന് വേണ്ടിട്ട് നടക്കണമെന്നാണ് അവളുടെ പേര്, കുട്ടി ഉണ്ടാകാൻ വേണ്ടിട്ട്. അപ്പൊ നിങ്ങളുടെ മാരീഡ് ലൈഫ് ഒക്കെ കുറച്ച് കഷ്ടത്തിലാണല്ലേ? കല്യാണം കഴിക്കാൻ കുറെ പ്രശ്നങ്ങൾ കാണും, കല്യാണം കഴിച്ചാൽ അതിനേക്കാളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അല്ല എങ്ങനെയാ തന്നെയാണ് ലൈക് നിങ്ങൾ എങ്ങനെ സെറ്റ് ആയേ? ഞാൻ ഇവിടുന്ന് പഠിത്തം കഴിഞ്ഞിട്ട് എനിക്ക് ബാംഗ്ലൂർ ജോലി കിട്ടി. ബാംഗ്ലൂർ ജോലിക്ക് പോയപ്പോ അവിടെ കൂടെ ഒരുമിച്ച് ഓഫീസിലുണ്ടായിരുന്നേ. അപ്പൊ ഞാൻ അവിടത്തെ വലിയൊരു താരമായിരുന്നു മിന്നൽ. അപ്പൊ ആ മിന്നലൊക്കെ പോയി. അങ്ങനെ സെറ്റായി. അവള് അമേരിക്കയിൽ നിന്ന് വന്നൊരു കുട്ടിയൊക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെ പരിചയപ്പെട്ട് പിന്നെ കല്യാണം കഴിക്കേണ്ടി വന്നു. അത് വീട്ടുകാരറിഞ്ഞ അവളുടെ. അല്ല ആളുടെ ക്യാരക്ടർ എങ്ങനെയുണ്ട്? ക്യാരക്ടർ പ്രശ്നമില്ല, ഇത്തിരി വാശി പരിപാടികളൊക്കെ ഉണ്ട്. അത് അത്രേ, വേറൊന്നുമില്ല. ഓരോരുത്തർക്കും ഓരോ പ്രശ്നമൊന്നുമില്ല. പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികല്ലേ, അത് കുഴപ്പമൊന്നുമില്ല. നീ സങ്കടപ്പെടുന്നു വേണ്ട. കൂടെ ഞാനുണ്ടല്ലോ. എന്തെങ്കിലുമൊക്കെ വിഷമമുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, എന്റെ അടുത്ത് പറഞ്ഞു കേട്ടോ. എല്ലാത്തിനും സൊല്യൂഷൻ നമുക്ക് ഉണ്ടാക്കാം. എല്ലാത്തിനും ഞാൻ എന്തായാലും വരാം. അല്ല നീ കോണ്ടാക്ട് ചെയ്യാം. എന്തായാലും നിന്നെ തിരിച്ചു കിട്ടിയാൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. എനിക്കും നല്ല സന്തോഷമാണ്. നിങ്ങൾ ഇനി ഇവിടെ തന്നെ ആയിരിക്കുമല്ലോ താമസം? ഇവിടെ ഉണ്ട്. ഞാൻ തന്നെയാണെന്ന് പോയി പരിചയപ്പെട്ടിട്ട് അക്കോരൊക്കെ കൊള്ളാം കേട്ടോ, നല്ല ഡിസൈൻ. തന്നെയാ? ആ എന്നെ മനസ്സിലായോ? മനസ്സിലായിരിക്കും, നമ്മൾ ഇന്നലെ കണ്ടല്ലേ. ഓ അതെ, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാൻ എന്താണ് സമയമുണ്ടല്ലോ. എന്താ നിഖില് വിഷമിച്ചിരിക്കണേ? നിഖില് വിഷമിച്ചിരിക്കുന്നു? ആ നിഖില് നേരത്തെ വിഷമിച്ചിരിക്കണ കണ്ടായിരുന്നു. സങ്കടം കൊണ്ടായിരിക്കും. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. അവനെന്താ പറഞ്ഞ? അല്ല പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. റൂമിന്റെ എന്തോന്നൊക്കെ പറയണ്ടായിരുന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊന്നും വലിയ പ്രശ്നമാക്കാതെ സംസാരിച്ച് സോൾവ് ആക്കണം കേട്ടോ. അത് ഞങ്ങള് തമ്മിൽ ചെറിയ ചെറിയ കളി തമാശകൾ. നിഖിൽ ആക്ച്വലി അടിപൊളിയാണ്, അവൻ അധികം സങ്കടപ്പെടുത്തരുത്. സങ്കടപ്പെടുത്തില്ല. അല്ല കോളേജ് പഠിക്കുന്ന സമയത്ത് നിഖിലിന് ശരിക്കും എഞ്ചലിന് ഇഷ്ടമായിരുന്നോ? നിഖില് കൊറേ ഇങ്ങനെ പിറകെ നടന്നായിരുന്നു. ആ സമയത്തൊന്നും എനിക്കങ്ങനെ തോന്നിയായിരുന്നു. എന്താ അക്സെപ്റ്റ് ചെയ്യാൻ? അങ്ങനെയാണെങ്കിൽ ഞാൻ പെടില്ലായിരുന്നില്ല. അയ്യോ അങ്ങനെ പറയല്ലേ. ആ സമയത്ത് എന്തോ എനിക്ക് തോന്നിയില്ല. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോ കൈൻഡ് ഓഫ് ഒരു സ്പാർക്ക്. പക്ഷേ കുഴപ്പമില്ല, ധന്യ ഭയങ്കര ലക്കിയാണ് കേട്ടോ. സത്യം പറഞ്ഞെങ്കിൽ ധന്യനോട് ഭയങ്കര പൊസസീവ്നെസ് ആണ്. കൈൻഡ് ഓഫ് ജലസി ആയിരിക്കും ഉദ്ദേശിച്ചത്. നിങ്ങള് ഹാപ്പി ആയിട്ടിരിക്കട്ടോ, പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി, ഞാൻ തൊട്ടപ്പുറത്തല്ലേ. എന്ത് സഹായം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി. പുതിയ വീടും പുതിയ അന്തരീക്ഷമൊക്കെ അല്ലേ. സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേ. താങ്ക്സ്. ഓ വെൽക്കം, യു ആർ ഓൾവേസ് വെൽക്കം തന്നെയാ. നിഖിലിനെ നോക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ പരിചയപ്പെടാം, നമുക്ക് ഇങ്ങനെ ടൈം ഉണ്ടല്ലോ. ബൈ ബൈ. ഓക്കെ. ഒരുത്തി കഴിഞ്ഞാ ഒരുത്തി. നോക്കാം നോക്കാം, ഇത് സ്പാർക്ക് ശരിയാക്കി തരാം. സ്പാർക്ക് പോലും അയ്യേ എന്ത് വേണം? വൃത്തിട്ട് മണായല്ലോ. ഈ റൂമിനടുത്തും പോയി അവനും പറഞ്ഞയക്കിട്ട്. കുഴപ്പമില്ല, റൂം നിഖിലിനെ വെച്ച് എക്സ്റ്റെൻഡ് ചെയ്യാം. നിഖിലേ, എടാ നീ പനക്കത്തിലാണോ? നിനക്ക് വിഷമമായോ? ശരിക്കും ഇല്ല, നീ പെട്ടെന്ന് റൂം തരത്തില്ലെന്ന് പറഞ്ഞ് നീ ആണെങ്കിൽ പേപ്പർ വെട്ടി തോറ്റ് പെട്ടെന്ന് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ എനിക്ക് വിഷമമായി. പേപ്പർ വെട്ടി തോറ്റ? ആണോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ റൂമിനെ എടുത്തോ. എടുത്തോ. നീ എവിടെ ഉണ്ടോ? അതോ ഇല്ല, ഞാനിവിടെ. ഞാൻ ഈ റൂം എടുക്കാം. ആണോ? പോയി നോക്കട്ടെ. ഒടുവിൽ എന്റെ റൂമിൽ തന്നെ ഞാൻ എത്തി. എന്തൊക്കെയാണ് എല്ലാം പൂട്ടി വെച്ചേക്കണോ? ഓ എല്ലാം ഉണ്ട്. ഏതെന്ന് പറഞ്ഞാ പേടിച്ചാണ്. ഇതെന്ത് ബ്രഹ്മവരം പ്ലാന്റ് എന്റെ അമ്മോ. ഓ ഓ മൂക്കൊണ്ട് ഞാൻ അവിടെ കഴിയണം. ഇതെന്ത് പുഴുത്ത് കിടക്കുന്ന വേസ്റ്റ് മൊത്തം വന്നത്? അയ്യേ കത്തന്ന കേട്ടെ.
എന്റെ ദൈവമേ തലവല പെരുക്കുന്നു. എനിക്കറിയാം ഇത് അവൾ അതിനകത്ത് മുമ്പോട്ട് മാറ്റി തന്നു. എനിക്ക് മനസ്സിലായി, മാറങ്ങോട്ട്. നീ അതിനല്ലേ ആ റൂം എനിക്ക് തന്നേ, നാറ്റമുള്ള മുറി. ആ ആ അതിനെനിക്ക് ചോദിക്കാളെ എന്തോന്ന് എത്ര നാറ്റം. ഞാൻ അവിടെ കിടക്കും, എന്റെ ബാഗ്. ആ അവിടെ ആരും കിടക്കത്തില്ല. ഈ റൂം എനിക്ക്, ആ റൂം നിനക്ക്. നീ എന്തോ നീ അല്ലേ ഈ വീഡിയോ കണ്ടുപിടിച്ച? ആ റൂം എന്റെ വല്ലേ പറഞ്ഞു. ഞാൻ അവിടെ ബാഗ് കൊണ്ടുവച്ചത് എന്റെയാ. എനിക്ക് നാട്ടിലുള്ള റൂമിലും കിടക്കാൻ പറ്റത്തില്ല. ഇയാളല്ലേ പറഞ്ഞ ഇയാൾക്ക് വേണമെന്നാ മുറി? ആ നാട്ടിലുള്ള മുറി നീ തന്നെ കിടന്നാ മതി. അത് പറ്റത്തൊന്നുമില്ല. അത് പറ്റും, ഞാൻ പോവാ. ഞാനവിടെ വരും കേട്ടോ. ആ അല്ല ഞാൻ പറഞ്ഞു അറിയും. പിന്നെ നാട്ടിലുള്ള മുറി എനിക്ക് ഇത് എന്തൊരു കഷ്ടം തോറാണ് ഇത്.